നമുക്ക് വി അരുണിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഈ കോൺഗ്രസിനകത്തെ പ്രതിസന്ധി സജിത്ത് സൂചിപ്പിച്ചതുപോലെ അതുണ്ടാക്കുന്ന പ്രതിഫലനം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം മാരത്തൺ ചർച്ചകൾക്ക് ശേഷമായിരുന്നു വി സതീശൻ എന്ന ഒരു പേരിലേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ എത്തിയത്. അവിടെ മറ്റു പേരുകളുണ്ടായിരുന്നു. കെ.സി. വേണുഗോപാലിന്റെ പേര് സജീവമായി ചർച്ച ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തലയുടെ പേര് സജീവമായി ചർച്ച ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ് ചില പ്രതിഷേധങ്ങൾ എങ്കിലും ഉയരുന്നത്. അതിലേറ്റവും പ്രധാനമെന്നത് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തത്. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, അതിൽ തർക്കമൊന്നുമില്ല, ആഭ്യന്തരവും ധനകാര്യവും പോലെയുള്ള വകുപ്പുകൾ ആണ് ഒരു മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് നമുക്കറിയാം. ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നൊക്കെ പൊതുവെ വിശേഷിപ്പിക്കുക ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളിനെയാണ്. അതേസമയം ചിലപ്പോഴെങ്കിലും മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതായിരിക്കില്ല സാഹചര്യം എന്നത് ഏതാണ്ട് ഉറപ്പിക്കാം. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലുണ്ട് എങ്കിൽ ആഭ്യന്തരത്തിൽ കുറഞ്ഞതൊന്നും രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യാൻ സാധ്യതയില്ല. നേരത്തെയും രമേശ് ചെന്നിത്തല ഈ വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. അന്ന് താക്കോൽ സ്ഥാനം എന്ന തരത്തിലുള്ള ആരോപണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു താക്കോൽ സ്ഥാനത്ത് നായർ സമുദായത്തിൽ നിന്നുള്ള ആളെ വേണം എന്ന ആവശ്യം NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായരാണ് ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ ഇതേ സുകുമാരൻ നായർ തന്നെയൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വി സതീശൻ അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞതാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ജാതി മത സമുദായങ്ങളുടെ സമവാക്യങ്ങൾ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമാവുകയുള്ളൂ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ പക്ഷം എന്ന നിലയിൽ തന്നെ കണക്കാക്കാവുന്ന ഒരു വിഭാഗം MLA-മാർ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവർ പലരെയും മാറ്റി നിർത്തുക എന്നത് അസാധ്യവുമാണ്. അതായത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കെ.സി. വേണുഗോപാലിനെ അടക്കം പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ ഓട്ടോമാറ്റിക്കലി മന്ത്രിസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ആണുള്ളത്. അവിടെ കെ.സി. വേണുഗോപാലിന് വലിയ സമ്മർദ്ദമൊന്നും ചെലുത്തേണ്ട രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല. അല്ലാതെ തന്നെ കെ.സി. അനുഭാവികൾ ഈ മന്ത്രിസഭയുടെ ഭാഗമാകും. പക്ഷേ രമേശ് ചെന്നിത്തല കൃത്യമായ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു കോൺഗ്രസിന് മുന്നിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വി അരുണിലേക്ക് വരുമ്പോൾ, അരുൺ, പല മുതിർന്ന നേതാക്കളെയും ഈ മന്ത്രിസഭയിൽ പരിഗണിക്കേണ്ടതുണ്ട്. അൻവർ സാദിത്തിനെ പോലെ, IC ബാലകൃഷ്ണനെ പോലെ, അങ്ങനെ പല ആളുകളെയും ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. ചിലരെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ മന്ത്രിസഭയിലേക്കില്ല എന്ന തരത്തിലായിരുന്നു തുടക്കത്തിൽ കേട്ടതെങ്കിൽ പിന്നീട് ചർച്ചകളിലൂടെ ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകും എന്ന് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പും താൻ പറയുന്നവർ മന്ത്രിസഭയിലും ഇടം പിടിച്ചാലേ ആ മന്ത്രിസഭയുടെ ഭാഗമാകൂ എന്ന തരത്തിൽ പുതിയ സമ്മർദ്ദം ചെലുത്തുന്നു ചെന്നിത്തല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ അരുൺ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയുള്ള തർക്കങ്ങൾ, നാടകങ്ങൾ, ദിവസങ്ങൾ 11 ദിവസത്തിലേക്ക് പോയ ആ നാടകം, അതിൻ്റെ തുടർച്ച മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ അതിനുള്ള സമയം അവിടെ ഇല്ല. നാളെയെങ്കിലും ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറണം. സമ്പൂർണ്ണ ക്യാബിനറ്റ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യണം. ഇതാണ് വി സതീശൻ്റെ ആഗ്രഹവും നിലപാടും. പക്ഷേ സമയം വളരെ കുറവാണ്. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് സതീശനെ കുഴപ്പിക്കുന്നുമുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല കാര്യമാണ് ആദ്യം തീരുമാനമാകേണ്ടത്. രമേശ് ചെന്നിത്തല മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ആഭ്യന്തരം വേണം. അതാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെ നിലപാട്. ഇന്നലെ ഹൈക്കമാൻഡ് പ്രതിനിധിയായി ചെന്നിത്തലയെ കണ്ട ദീപാദാസ് മുൻഷിയോടും ചെന്നിത്തല അതുതന്നെയാണ് വ്യക്തമാക്കിയത്. കടുത്ത സമ്മർദ്ദ നീക്കങ്ങളിൽ ചെന്നിത്തല തുടരുന്നു. ആഭ്യന്തരമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല. വി സതീശൻ അദ്ദേഹത്തെ കണ്ട് മന്ത്രിസഭയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ ആ അഭ്യർത്ഥന കൊണ്ട് മാത്രം കാര്യമുണ്ടാകില്ല എന്നാണ് ചെന്നിത്തല ക്യാമ്പ് പറയുന്നത്. രമേശ് ചെന്നിത്തല ഏറ്റവും മുതിർന്ന നേതാവാണ്, ഏറ്റവും സീനിയറായ നേതാവാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും 2011 പകുതിക്ക് ശേഷം 2 വർഷത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത നേതാവാണ്. അങ്ങനെയുള്ള ചെന്നിത്തല ഉള്ളപ്പോൾ അദ്ദേഹത്തെ അതിനും കുറഞ്ഞ, മുഖ്യമന്ത്രി തന്നെ ആകേണ്ട ആളാണ്, പക്ഷേ അതിനും കുറഞ്ഞ, ആഭ്യന്തരവും കുറഞ്ഞ വകുപ്പ് എങ്ങനെ അദ്ദേഹത്തിന് നൽകും? വേണമെങ്കിൽ ധനം നൽകാം. ഇതാണ് വി ക്യാമ്പിൻ്റെ നീക്കമെന്നാണ്, നിലപാടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ചെന്നിത്തല തൃപ്തനാകാൻ ഇടയില്ല എന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ പറയുന്നു. ഏതായാലും ആദ്യം പരിഹരിക്കേണ്ടത്, ആദ്യം അവസാനിപ്പിക്കേണ്ടത് ചെന്നിത്തലയ്ക്ക് ഏത് വകുപ്പ് എന്ന തർക്കമാണ്. അതിനു മുമ്പുള്ള ചോദ്യം ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടോ എന്ന ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ കോൺഗ്രസിലെ മന്ത്രിസ്ഥാന വിഭജനം, വീതം വയ്പ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇന്ന് കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്തുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഫോണിലെങ്കിലും ബന്ധപ്പെടുമെന്നതിലെ കെ.സി. ഇന്നലെ വ്യക്തമാക്കിയതാണ്. അവിടെ
കൊണ്ടും പ്രശ്നം തീരുന്നില്ല. ചെന്നിത്തല തൻ്റെ മന്ത്രിസ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന MLA-മാരിൽ അൻവർ സാദത്ത്, അദ്ദേഹം സീനിയർ MLA എന്ന പരിഗണിക്കപ്പെട്ട നേതാവ് തന്നെയാണ്. ആലുവ MLA, പുതിയ MLA ആണെങ്കിലും ജ്യോതികുമാർ ചാമക്കാലയും RC ക്യാമ്പിലെ ഏറ്റവും പ്രധാനിയാണ്. ഈ രണ്ടുപേരെയും മന്ത്രിയാക്കണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും മന്ത്രിയായേ മതിയാകൂ എന്ന കടുത്ത നിലപാടിൽ രമേശ് ചെന്നിത്തല തുടരുന്നു. അതാണ് രമേശ് ചെന്നിത്തല ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ കൊണ്ടും പ്രശ്നങ്ങൾ തീരില്ല. സാധാരണ ഏത് മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നത് തൻ്റെ ക്യാബിനറ്റ് തനിക്ക് ഒപ്പമുള്ള അത്രയും വിശ്വസ്തരായ ആളുകൾ ക്യാബിനറ്റിൽ ഉണ്ടാകണം, ആ ക്യാബിനറ്റിലെ ഭൂരിപക്ഷവും അങ്ങനെ ആകണം എന്നുള്ളതാണ്. പക്ഷേ VD സതീശന് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിനുള്ള അവസരവും ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം പടവെട്ടി പോരാടി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തത്. പക്ഷേ ക്യാബിനറ്റ് തൻ്റെ താല്പര്യമുള്ളവരെ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് എളുപ്പമാകില്ല. KC ക്യാമ്പ് രമേശ് ചെന്നിത്തലയേക്കാൾ വലിയ സമ്മർദ്ദവുമായി ഒരു മുറിവേറ്റ ക്യാമ്പാണത്. KC മുഖ്യമന്ത്രിയാകാതെ പോയി കടുത്ത അമർഷവും കടുത്ത വേദനയും ഒക്കെ പുറത്തുന്ന ആളുകളാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത്. നമ്മൾ കണ്ടതാണ്. KPC അധ്യക്ഷൻ പോലും KC വേണുഗോപാലിനെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയത് നമ്മൾ കണ്ടതാണ്. മത്സരിച്ച് ജയിച്ചവരും പരാജയപ്പെട്ടവരുമായ ഒരു നിര നേതാക്കൾ അവിടെ KC സ്വീകരിക്കാൻ എത്തിയതാണ്. അതുകൊണ്ട് ആ ക്യാമ്പ് ചുരുങ്ങിയത് 1/2 ഡസൻ മന്ത്രിമാരെയെങ്കിലും തൻ്റെ വിശ്വസ്തർ വേണമെന്ന കടുത്ത നിലപാട് KC വേണുഗോപാൽ തുടരുകയാണ്. അതിൽ തന്നെ സണ്ണി ജോസഫ് KPC അധ്യക്ഷൻ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. അത് KC പക്ഷത്തിൻ്റെ ആദ്യ പേരായി അത് വരും. AP അനിൽകുമാർ KC ഗ്രൂപ്പിൻ്റെ മാനേജർ എന്ന് തന്നെ പറയാവുന്ന, KCക്ക് വേണ്ടി എല്ലാ നീക്കങ്ങളും നടത്തുന്ന AP അനിൽകുമാർ, അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് അപ്രധാന വകുപ്പുകൾ നൽകിയാൽ പോരാ, ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള കീ പോസ്റ്റിലേക്ക് അദ്ദേഹം വരണമെന്ന നിലപാടാണ് KC അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അനിൽകുമാറിന് വേണ്ടി എന്ത് ശക്തമായ നീക്കത്തിനും KC വേണുഗോപാൽ തയ്യാറാകും. അത്രയ്ക്ക് ആത്മബന്ധം കൂടി ഉള്ള നേതാക്കളാണ് രണ്ടുപേരും. അങ്ങനെ അവിടെ AP അനിൽകുമാറും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. PC വിഷ്ണുനാഥ്, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായി വിശ്വസ്തനായ PC വിഷ്ണുനാഥ് ഇപ്പോൾ KC പക്ഷത്തെ ഉറച്ച പോരാളിയാണ്. PC വിഷ്ണുനാഥിനെ മന്ത്രിസഭയിൽ ഒഴിവാക്കാൻ കഴിയില്ല. കൊല്ലത്ത് നിന്ന് ഉള്ള ബിന്ദു കൃഷ്ണ പുതുമുഖ MLA ആണ്. പക്ഷേ 2 വനിതകൾ മന്ത്രിസഭയിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അതിലൊന്ന് ബിന്ദു കൃഷ്ണയാകും, മറ്റൊരാൾ ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഇപ്പോൾ VD-യുമായി ചേർന്ന് നിൽക്കുന്ന നേതാവാണ്. ടി സിദ്ദിഖിന് ഒരു കാരണവശാലും മന്ത്രിസഭയിൽ ഒഴിവാക്കാൻ കഴിയില്ല. അതെന്ത് പ്രാന്തത്തിൻ്റെ പേര് പറഞ്ഞാലും സിദ്ദിഖിനെ ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്ന നിലപാട് KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ടി സിദ്ദിഖിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ VD സതീശൻ നിർബന്ധിതനാകും. മറ്റു തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ. തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനം നൽകാമെന്ന ചർച്ചകളൊക്കെ ആദ്യമുണ്ടായിരുന്നു. പക്ഷേ KC പക്ഷം തിരുവഞ്ചൂരിനും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്യു കുഴൽനാടനാണ് KC ഗ്രൂപ്പിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മാനേജർ എന്ന് പറയാൻ, മുസ്ലിം ലീഗിനെ പോലും വെല്ലുവിളിച്ച, മുസ്ലിം ലീഗിനെ പോലും വിമർശിച്ച രംഗത്ത് വന്ന, പരസ്യമായി രംഗത്ത് വന്ന നേതാവാണ് മാത്യു കുഴൽനാടനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും ശ്രമമുണ്ടാകും KC വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ വരുമ്പോൾ അത് വളരെ കൃത്യമായ ചർച്ചാ വിഷയമായി മാറുന്ന ഒരു കാര്യമാണ്. അവിടെ അതിന് തയ്യാറാകുമോ VD സതീശൻ എന്ന ചോദ്യവും സ്വാഭാവികമായി ഉയർന്നു വരും. അവിടെ ഇനിയും പേരുകളുണ്ട്. ചാണ്ടി ഉമ്മനെ ഒരുപക്ഷെ 2 ഗ്രൂപ്പുകാർക്കും 3 ഗ്രൂപ്പുകാർക്കും ഒരുപോലെ എതിർപ്പില്ലാത്തൊരു പേരായി ചാണ്ടി ഉമ്മനും ഉണ്ട്. ഏതായാലും ഇങ്ങനെ വരുമ്പോൾ മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാർ 11 പേരാണെങ്കിൽ മുഖ്യമന്ത്രി 12 പേരാണെങ്കിൽ അതിൽ പകുതിയിലേറെ കടുത്ത കടുത്ത KC അനുയായികളാകുമെന്ന് ഉറപ്പാണ്. രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനൊപ്പം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ 6-2 8ആയി. ബാക്കിയുള്ള മന്ത്രിസ്ഥാനം മാത്രമേ VD സതീശന് തൻ്റെ വിശ്വസ്തർക്ക്. അങ്ങനെ വരുമ്പോൾ പേരുകൾ മുരളീധരൻ ഉറപ്പായ മന്ത്രിസഭയിലുണ്ടാകും. മുരളീധരൻ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, മുൻ KPC അധ്യക്ഷനാണ്. അദ്ദേഹം VDയെ പിന്തുണയ്ക്കുന്ന നേതാവാണ് ഇപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള M വിൻസെന്റ് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ്. ഷാനിമോൾ ഉസ്മാൻ വനിതാ എന്ന നിലയിലും മുസ്ലിം പ്രാതിനിധ്യ നിലയിലും ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ അധികമാണ്. പിന്നീട് N ശക്തനുണ്ട്, VP സജീന്ദ്രനുണ്ട്. അങ്ങനെ പല പേരുകളും വീണ്ടും പരിഗണിക്കാറുണ്ട്. ഏതായാലും മന്ത്രിസഭയിൽ ഒരു അപ്രമാദിത്യം തൻ്റെ ആളുകളെ കൊണ്ടുവരാൻ കഴിയില്ല VD സതീശൻ എന്നത് വസ്തുതയാണ്. അങ്ങനെ വന്നാൽ 2006 VS സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ പാർട്ടി ഒരു വഴിക്കും മുഖ്യമന്ത്രി മറ്റു വഴിക്കും പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, മുഖ്യമന്ത്രിയുടെ കൈകാലുകൾ കെട്ടിയിട്ട് ഒരു ഭരണമെന്ന രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ സാഹചര്യങ്ങൾ മാറി മറിയുമെന്ന പ്രതീക്ഷ VD ക്യാമ്പ് ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം ആയിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ചരിത്രത്തിൽ ഏറ്റവും അധികം കോൺഗ്രസ് MLA-മാർ നിയമസഭയിലേക്ക് എത്തുന്ന ഒരു ടേം ആണ് ഈ VD സതീശന്റേത് എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആരെയൊക്കെ ഫിൽറ്റർ ചെയ്ത മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.